മിക്ക ആൾക്കാർക്കും ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊരു സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. ഇന്ന് എനിക്കും അങ്ങനത്തെ ഒരു ക്രേവിങ്സ് ഉള്ളൊരു ദിവസമായിരുന്നു സ്വീറ്റിന് വേണ്ടിയിട്ട്. അപ്പം വീട്ടിൽ ഓൾറെഡി കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു, പാലും ഉണ്ട്, കസ്റ്റർഡ് പൗഡർ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. ബേസിക്കലി നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടോ നമുക്ക് ഈ ഒരു മിക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ട്രൈ ചെയ്യുന്നത് എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ആണ് എനിക്കത് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നമ്മൾ ഷുഗറിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ആൻഡ് ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ച് ഒന്നും ഇടാതിരിക്കാൻ നോക്കുക. കാരണം പാലുള്ളത് കൊണ്ട് ചിലപ്പോൾ പിരിയാനുള്ള സാധ്യതകളുണ്ട്. ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഐ തിങ്ക് ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം, ലഞ്ചും ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം. ആൻഡ് ഇത് മിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര തന്നെ. ബൈ.